ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാസസംരക്ഷണ നിയമമായിരുന്നു പറഞ്ഞത്. അത് ശരിയാണെന്ന് കുറേ രാസപ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ എടുത്തിട്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇവിടെ മറ്റൊരു ചോദ്യമാണ്. മീഥെയ്ൻ CH4 വായുവിൽ കത്തി ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ പ്രതീകാത്മക ചിത്രീകരണം നൽകിയിരിക്കും. അപ്പോൾ ആ ഒരു രാസപ്രവർത്തനത്തിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ചിത്രീകരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. CH4 പ്ലസ് 2 O2 കൊടുത്തിട്ടുണ്ട്, ഗീവ്സ് ഒരു CO2 പ്ലസ് H2 2 H2 കൊടുത്തിട്ടുണ്ട്. രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം ആദ്യം എഴുതണം. അതിനുശേഷം ആറ്റോമിക മാസുകൾ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 1U ആണ്, കാർബണിൻ്റെ ആറ്റോമിക മാസ് 12U ആണ്, ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16U ആണ്. എങ്കിൽ ഈ പ്രവർത്തനം മാസസംരക്ഷണ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യമാണ് എഴുതുന്നത്. CH4 പ്ലസ് 2O2 ഗിവ്സ് CO2 പ്ലസ് 2H2. എന്നിട്ട് അതിൽ നമ്മൾ ആദ്യം അഭികാരകങ്ങളുടെ ആകെ മാസ് കണക്കാക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ഉൽപ്പന്നങ്ങളുടെ ആകെ മാസ് കണക്കാക്കുക. എന്നിട്ട് നോക്കുക അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മാസ് തുല്യമാണെങ്കിൽ അവിടെ മാസസംരക്ഷണ നിയമം പാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അഭികാരകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യത്തെ അഭികാരകം എടുക്കാം. CH4ൻ്റെ തന്മാത്ര മാസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ CH4 അതിൽ Cൻ്റെത് 12U പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ട്. 1U പ്ലസ് 1U പ്ലസ് 1U പ്ലസ് 1U 4 ഹൈഡ്രജൻ്റെ 4 1U. 12ഉം 4 1Uം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 16U എന്ന് കിട്ടും. ഇനി അടുത്ത അഭികാരകം O2. ഒരു O2 തന്മാത്രയുടെ ആകെ തന്മാത്രാ മാസ് എത്രയാണെന്ന് നോക്കാം. ഒരു O2ൽ 2 O ആറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു O ആറ്റത്തിൻ്റെ മാസാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 16U. അപ്പോൾ O2ൽ 2 O ഉണ്ട്. അപ്പം 16U പ്ലസ് 16U 32U എന്ന് കിട്ടും. ഇനി നമ്മൾ അഭികാരകങ്ങളുടെ ആകെ മാസ് കണക്കാക്കണം. അപ്പോൾ ആദ്യം CH4ൻ്റെ എടുക്കുക. 16U പ്ലസ് ഒരു O2ൻ്റെതാണ് 32U. നമ്മുടെ സമവാക്യം നോക്കുമ്പം അതിൽ 2 O2 ഉണ്ട്. അപ്പം 2 × 32 16U പ്ലസ് 64U 80U എന്ന് കിട്ടും. അഭികാരകങ്ങളുടെ ആകെ മാസ് 80U എന്ന് കിട്ടും. ഇനി ഉൽപ്പന്നങ്ങളുടെ ആകെ മാസ് കണക്കാക്കുക. അപ്പം ഉൽപ്പന്നങ്ങളിൽ ആദ്യത്തെ ഉൽപ്പന്നം CO2 അതെടുക്കാം. അപ്പം അതിൽ C 12U, O2 2 O ഉണ്ട്, ഒരു ഓൻ്റെത് 16U. അപ്പോൾ 2 O ഉള്ളത് കൊണ്ട് പ്ലസ് 16U. 12U പ്ലസ് 16U പ്ലസ് 16U ചെയ്യുമ്പം 44U കിട്ടും. ഇനി രണ്ടാമത്തെ ഉൽപ്പന്നം നോക്കുക. വാട്ടർ H2ൻ്റെ തന്മാത്രാഭാരം കണക്കാക്കുക. H2 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1U. ഇപ്പോൾ 2 ഹൈഡ്രജൻ H2 വരുന്നതുകൊണ്ട് 1U പ്ലസ് 1U. പിന്നെ ഒരു ഓക്സിജൻ 16U. അപ്പോൾ 1U പ്ലസ് 1U പ്ലസ് 16U ചെയ്യുമ്പോൾ നമുക്ക് 18U കിട്ടും. ഇനി ഉൽപ്പന്നങ്ങളുടെ ആകെ മാസ് കണക്കാക്കുമ്പം CO2ൻ്റെ മാസ് പ്ലസ് 2 H2 ഉണ്ട്. അപ്പം 2 H2ൻ്റെ മാസ്. CO2ൻ്റെ മാസ് 44U, ഒരു H2Oൻ്റെത് 18U, 2 H2Oൻ്റെ എന്ന് പറയുമ്പോൾ 18 × 2. ഇപ്പം 44U പ്ലസ് 18 × 2U 44U പ്ലസ് 36U. അത് ചെയ്യുമ്പോൾ നമുക്ക് 80U കിട്ടും. നേരത്തെ അഭികാരകങ്ങളുടെ മാസ് കണക്കാക്കിയ സമയത്തും 80U ആണ് കിട്ടിയത്. അപ്പം അഭികാരകങ്ങളുടെ മാസും ഉൽപ്പന്നങ്ങളുടെ മാസും ഇവിടെ തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസസംരക്ഷണ നിയമം ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് രാസസമവാക്യ സമീകരണമാണ്. രാസസമവാക്യം എന്ന് പറയുമ്പം പ്രതീകങ്ങളും തന്മാത്രകളുടെ രാസസൂത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ രാസപ്രവർത്തനങ്ങളെ വളരെ ലളിതമായ രീതിയിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് രാസസമവാക്യം. ഇപ്പോൾ നേരത്തെ നമ്മൾ രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതിയിട്ടുണ്ട്. CH4 പ്ലസ് 2O2 ഗീവ് CO2 പ്ലസ് 2H2. അതൊരു രാസസമവാക്യമാണ്. അപ്പോൾ രാസസമവാക്യം നമ്മൾ എഴുതുന്ന സമയത്ത് അതിൽ അഭികാരകങ്ങളെ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഉൽപ്പന്നങ്ങളുടെ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളുടെ ആകെ എണ്ണം തുല്യമായിരിക്കണം. ഇപ്പം ഓക്സിജൻ ആറ്റം
അഭികാരക ഭാഗത്തുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും തുല്യമായിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഹൈഡ്രജൻ, ഒരു രാസസമവാക്യത്തിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അഭികാരകങ്ങളുടെ ഭാഗത്തുള്ള ആകെ ഹൈഡ്രജൻ്റെ എണ്ണം നമ്മൾ എണ്ണിയാൽ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തുള്ള ആകെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എണ്ണിയാൽ കിട്ടുന്നതിന് തുല്യമായിരിക്കണം. ആ രീതിയിലേക്ക് ഒരു രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യത്തിനെ നമ്മൾ മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് രാസസമവാക്യ സമീകരണം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറേ സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യം: ഓക്സിജൻ, ഹൈഡ്രജൻ എന്നിവ ദ്വയാറ്റോമിക തന്മാത്രകളാണെന്ന് അറിയാമല്ലോ. ഇവയെ ആറ്റങ്ങളുടെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഓക്സിജൻ തന്മാത്രയെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക? O2 എന്നാണ്. ഇപ്പോൾ ഒരു ഓക്സിജൻ ആറ്റമാണെങ്കിൽ നമ്മൾ O എന്ന് സൂചിപ്പിക്കും. ഓക്സിജൻ തന്മാത്രയാകുമ്പോൾ നമ്മൾ O2 എന്ന് സൂചിപ്പിക്കും. ഹൈഡ്രജൻ തന്മാത്രയെ നമ്മൾ H2 എന്ന് സൂചിപ്പിക്കും. അതേസമയം ഹൈഡ്രജൻ ആറ്റമാണെങ്കിൽ നമ്മൾ H എന്നാണ് സൂചിപ്പിക്കുക. ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് ജലം H2O ഉണ്ടാകുന്നത്. ഇവ ചേർന്നുണ്ടാകുന്ന ജലതന്മാത്രയിൽ H2O ഉള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? H2ൽ ആകെ എത്ര ആറ്റങ്ങളുണ്ട്? H2, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ, O, ഒരു ഓക്സിജൻ ആറ്റം. അപ്പോൾ 2, 1, 3, ആകെ 3 ആറ്റങ്ങൾ. 5 H2Oയിൽ ഉള്ള തന്മാത്രകളുടെ എണ്ണവും ആകെ ആറ്റങ്ങളുടെ എണ്ണവും കണക്കാക്കുക. 5 H2O എന്ന് വെച്ചാൽ എന്താ അതുകൊണ്ട് അർത്ഥാക്കുന്നത്? 5 ജല തന്മാത്രകൾ. അതിൽ ആകെ തന്മാത്രകൾ 5, ആകെ ആറ്റങ്ങൾ. ഇപ്പോൾ ഒരു H2O എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 3 ആറ്റങ്ങളാണുള്ളത്. അപ്പോൾ 5 H2O എടുക്കുകയാണെങ്കിൽ അതിലെ ആകെ ആറ്റങ്ങൾ കണ്ടുപിടിക്കാൻ 5 × 3 അല്ലെങ്കിൽ 3 × 5 ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് സമീകരിച്ചെടുക്കാം എന്നുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് ജലം ഉണ്ടാകുന്നതാണ്. അതിൻ്റെ രാസസമവാക്യം എഴുതുമ്പോൾ H2 + O2 gives H2O എന്നാണ് കിട്ടുക. നമുക്ക് നോക്കാം. അഭികാരകങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. അഭികാരകങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണം. ഇപ്പോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളാണ് അഭികാരകങ്ങളുള്ളത്, H2. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളാണ് അഭികാരകങ്ങളുള്ളത്. ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ O2, ഓക്സിജൻ്റെ 2 ആറ്റങ്ങളാണ് അഭികാരകങ്ങളിൽ ഉള്ളത്. ഇനി ഉൽപ്പന്നത്തിലെ ആറ്റങ്ങളുടെ എണ്ണം നോക്കാം. H2O ആണ് ഉൽപ്പന്നം. അപ്പോൾ ഹൈഡ്രജൻ H2, ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളാണ് ഉൽപ്പന്നത്തിൽ ഉള്ളത്. ഇനി ഓക്സിജൻ നോക്കുകയാണെങ്കിൽ H2O. ഇപ്പോൾ ഓക്സിജൻ്റെ ഒരു ആറ്റം മാത്രമേ ഉൽപ്പന്നത്തിലുള്ളൂ. നോക്കുക, ഹൈഡ്രജൻ്റെ കേസിൽ അഭികാരകങ്ങളിലും ഉൽപ്പന്നങ്ങളിലും 2, 2 ആണ്, തുല്യമാണ്. പക്ഷേ ഓക്സിജൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അഭികാരകങ്ങളിലും ഉൽപ്പന്നങ്ങളിലും തുല്യമല്ല, ഒന്ന് 2ഉം ഒന്ന് 1ഉമാണ്. അപ്പോൾ അത് നമ്മൾ തുല്യമാക്കി എടുക്കണം. അതാണ് രാസസമീകരണം. ഇപ്പോൾ നമ്മൾ നോക്കുക, H2 + O2 gives H2O ആണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സമവാക്യം. അപ്പോൾ അതിൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം 2 സൈഡിലും സെയിം ആണ്. ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം സെയിം അല്ല. ഇടത് ഭാഗത്ത് O2 ഉണ്ട്, വലത് ഭാഗത്ത് Oയേ ഉള്ളൂ. അപ്പോൾ Oനെ നമുക്ക് O2 ആക്കണം. അപ്പോൾ അതിനു വേണ്ടി H2Oൻ്റെ കൂടെ ഒരു 2 ഇട്ട് കൊടുക്കുക. നമ്മൾ H2Oൻ്റെ കൂടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലത് ഭാഗത്തും, അതായത് ഉൽപ്പന്നത്തിൻ്റെ സൈഡിലും ഓക്സിജൻ 2 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H2 + O2 gives 2H2 എന്ന് കിട്ടി. ഇനി ആ ഒരു സമവാക്യം വെച്ച് നോക്കുക. അതിൽ അഭികാരകങ്ങളിൽ ഓരോ മൂലകത്തിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്, ഉൽപ്പന്നങ്ങളിൽ ഓരോ മൂലകത്തിൻ്റെ എത്ര ആറ്റങ്ങളുണ്ട്, തുല്യമായിട്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ അഭികാരകത്തിൻ്റെ സൈഡ് നോക്കുക. ഹൈഡ്രജൻ H2 2, ഓക്സിജൻ O2 2. പിന്നെ ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് നോക്കുക. ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത് അവിടെ 2 H2 ആണുള്ളത്. അവിടെ ഒരു മാറ്റം വന്നു. അപ്പോൾ ആ മാറ്റം വെച്ച് നോക്കാം. ഹൈഡ്രജൻ നോക്കുക.
2H2 എന്ന് പറയുമ്പോൾ അതിൽ 2H2 ഉണ്ട്. അപ്പം അവിടെ ആകെ ആറ്റങ്ങൾ എത്രയാണ്? ഒരു ഹൈഡ്രജൻ ആകുമ്പോൾ 2 ആറ്റം, 2 ഹൈഡ്രജൻ ആകുമ്പം 4 ആറ്റങ്ങൾ. 2H2 2 × 2 4. അപ്പോൾ ഹൈഡ്രജൻ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ 4. ഓക്സിജൻ എത്ര ഉണ്ട്? 2H2O എന്ന് പറയുമ്പോൾ അവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഓക്സിജൻ 2 2 ഓക്സിജൻ തുല്യമായി. അപ്പോഴേക്കും ഹൈഡ്രജൻ പോയി, ഹൈഡ്രജൻ 2 4 ഇനി നമുക്ക് ആ ഹൈഡ്രജൻ്റെ തുല്യമാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. വലത് ഭാഗത്ത് H2 2 ഉണ്ട്, ഇടത് ഭാഗത്തോ ഒരു H2 ഉള്ളൂ. അപ്പോൾ H2ൻ്റെ അപ്പുറത്ത് ഒരു 2 കൂടെ ഇട്ട് കൊടുക്കുക. ആ H2നെ 2H2 ആയിട്ട് അങ്ങോട്ട് മാറ്റാം. വലത് ഭാഗത്ത് 2H2 ആയതുകൊണ്ട് ഇടത് ഭാഗത്തും 2H2 ആയിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് അതാണ് മൂന്നാമത്തെ ഘട്ടം. ആ ഘട്ടത്തിലെ സമവാക്യത്തിന് നമ്മൾ എങ്ങനെ മാറ്റി? 2H2 + O2 = 2H2 എന്ന രൂപത്തിലേക്കാക്കി മാറ്റി. ഇനി പിന്നെയും നോക്കുക, ഓരോ ആറ്റങ്ങളും അഭികാരകങ്ങളുടെ ഭാഗത്ത് എത്ര എണ്ണമുണ്ട്, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് എത്ര എണ്ണമുണ്ട്. ആദ്യം അഭികാരകങ്ങളുടെ ഭാഗത്ത് നോക്കുക. ഹൈഡ്രജൻ 2H2, അപ്പോൾ 2 × 2 4. ഓക്സിജൻ O2 2. ഇനി ഉൽപ്പന്നത്തിലെ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക. 2H2O, അപ്പോൾ ഹൈഡ്രജൻ ആകുമ്പം 2H2 4. 2H2 അല്ല ഓക്സിജൻ ആകുമ്പം 2. 2H2ൽ ഓക്സിജൻ 2. അപ്പോൾ നോക്കുക, ഹൈഡ്രജൻ്റെ കേസിൽ 4 വന്ന് ഓക്സിജൻ്റെ കേസിൽ 2 2 വന്നു. അപ്പോൾ നമ്മൾ സമീകരിച്ചു, അങ്ങനെ വരണം. അപ്പോൾ ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളുടെ എണ്ണം അഭികാരകങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ തുല്യമായിട്ട് വന്നു. ഹൈഡ്രജൻ്റെ 4 4 വന്നു, ഓക്സിജൻ്റെ 2 2 വന്നു. ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും മാത്രമാണല്ലോ. ഇപ്പോൾ 2 × നമ്മൾ സമീകരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സമവാക്യത്തിനെ നമ്മൾ സമീകരിക്കും. അപ്പോൾ ഫൈനലായിട്ട് സമീകരിച്ച സമവാക്യം എന്ന് പറയുന്നത് 2H2 + O2 = 2H2 എന്നുള്ളതാണ്. ഇങ്ങനെ സമീകരിച്ച രാസസമവാക്യത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമീകൃത രാസസമവാക്യം. ഇപ്പോൾ ഇനി കൂടുതൽ എക്സാമ്പിൾസാണ് നോക്കാനായിട്ടുള്ളത്. അതിലൊന്നാമത്തത് മഗ്നീഷ്യം ഓക്സിജനിൽ കത്തി മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. മഗ്നീഷ്യം + ഓക്സിജൻ = മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സമവാക്യം എഴുതുക. അപ്പോൾ Mg + O2 = MgO. രാസസൂത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എഴുതി. ഇനി നോക്കാം, അഭികാരങ്ങളുടെ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും. അഭികാരങ്ങളുടെ സൈഡിൽ Mg ആണ്, ഉൽപ്പന്നങ്ങളുടെ സൈഡിലും MgO Mg. അപ്പോൾ രണ്ട് സൈഡിലും ഒരു Mg ആണ്. അപ്പോൾ Mgൻ്റെ കുഴപ്പമില്ല. ഇനി അഭികാരങ്ങളുടെ സൈഡിൽ ഓക്സിജൻ നോക്കുക. O2 2 ഓക്സിജൻ. ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ MgOയിൽ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ 2 ഓക്സിജൻ, മറ്റേ സൈഡിൽ ഒരു ഓക്സിജൻ. അപ്പോൾ ഒരു ഓക്സിജനുള്ള സൈഡിൽ നമുക്ക് 2 ഓക്സിജനാക്കി മാറ്റണം. അപ്പോൾ അവിടെ ഒരു 2 കൊടുക്കുക, 2MgO. അപ്പോൾ അവിടെ 2 ഓക്സിജൻ ആയി മാറി. അതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ കിട്ടിയ സമവാക്യം Mg + O2 = 2MgO എന്നാണ്. അപ്പോൾ അവിടെ ഓക്സിജൻ്റെ എണ്ണം 2 ഭാഗത്തും തുല്യമായി. ഇത് നമ്മൾ നോക്കുക, വീണ്ടും 2 ഭാഗത്തും എല്ലാ മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണവും സെയിം ആയി വന്നോന്ന്. അപ്പോൾ അഭികാരകങ്ങളുടെ ഭാഗത്ത് Mg, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് 2Mg ഉണ്ട്. അപ്പോൾ അവിടെ വ്യത്യാസം വന്നു. അഭികാരങ്ങളുടെ ഭാഗത്ത് O2, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് 2O. ശരിയായി. അപ്പോൾ ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് 2 Mg ഉണ്ട്, അഭികാരങ്ങളുടെ ഭാഗത്ത് ഒരു Mg മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് അഭികാരങ്ങളുടെ ഭാഗത്ത് Mgൻ്റെ കൂടെ 2 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഘട്ടം 3 മാറ്റി എഴുതാം. 2Mg + O2 = 2MgO. എന്നിട്ട് അവിടെ നോക്കുക എങ്ങനെയാണ് ആറ്റങ്ങളുടെ എണ്ണം വരുന്നത്. അപ്പോൾ അഭികാരങ്ങളുടെ ഭാഗത്ത് 2Mg, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് 2Mg.
അഭികാരകങ്ങളുടെ ഭാഗത്ത് O2, ഇപ്പോൾ 2 ഓക്സിജൻ, 2 MgO 2O, 2 ഓക്സിജൻ. അപ്പോൾ അവിടെ Mg എണ്ണം സെയിമായി, ഓക്സിജൻ എണ്ണം സെയിമായി. അപ്പോൾ അത് സമീകൃത രാസസമവാക്യമാണ്. 2Mg + O2 gives 2MgO. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിന്ന് രാസസമവാക്യ സമീകരണത്തിൽ 2 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഇനിയും നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാനായിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് ഇത് നല്ലോണം ക്ലിയർ ആക്കണം. ഇത് കുറേ എക്സാമ്പിൾസ് ചെയ്താലാണ് സ്വന്തമായിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.